ശ്രീ മഹേശ്വരനാഥ് ബാബാജിയുടെ അമ്പലത്തിലേക്കുള്ള യാത്ര തുടങ്ങിയത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നിന്നുമാണ്. ഞാനും എൻ്റെ സുഹൃത്ത് സോണയുമായിട്ടാണ് ഈ യാത്ര തുടങ്ങിയത്. ഞങ്ങൾ ഓച്ചിറയിൽ നിന്നും നേരെ കൃഷ്ണപുരത്തെത്തി. അവിടെ നിന്ന് വലത്തോട്ട് കട്ട് ചെയ്ത് കൃഷ്ണപുരം മൂന്നാംകുറ്റി റോഡിലേക്ക് കടന്നു. റെയിൽവേ ക്രോസ് കഴിഞ്ഞ് ഏകദേശം 3 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഞങ്ങൾ മൂന്നാംകുറ്റിയിലെത്തിയത്. മൂന്നാംകുറ്റിയിൽ നിന്നും കായംകുളം നൂറിനാട് റോഡിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. അവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം, 4 കൂടുതൽ കിലോമീറ്റർ സഞ്ചരിച്ച് വേണം നൂറിനാട് എത്തുക. ഏകദേശം ഈ യാത്ര കുറേ ഇങ്ങ് വരുമ്പോൾ നമുക്ക് വെറ്റിക്കോട് നാഗരാജ ക്ഷേത്രം കാണാം. നാഗരാജാവിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു സൗത്ത് ഇന്ത്യയിൽ തന്നെ, കേരളത്തിലെ തന്നെ ഒരു പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് നാഗരാജാവ് ക്ഷേത്രം. അപ്പോൾ ഈ യാത്രാവേളയിൽ ബാബാജിയുടെ ക്ഷേത്രം സന്ദർശിക്കുന്നവർക്ക് ഈ ക്ഷേത്രത്തിലും പോകാവുന്നതാണ്. ഈ യാത്രാവേളയിൽ മറ്റൊരു പ്രധാന ലൊക്കേഷൻ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ ഒരു ബറ്റാലിയൻ ക്യാമ്പാണ്. ഇത് നൂറിനാട്, ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയിൽ നൂറിനാട് തന്നെയാണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് 2013 ഇതിവിടെ പ്രവർത്തനം ആരംഭിച്ചത്. ITBPയുടെ ക്യാമ്പ് കഴിഞ്ഞ് ഏകദേശം 500 മീറ്റർ ദൂരം താണ്ടിയതിന് ശേഷം കുടശനാട് റൂട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കണം. അത് പന്തളം റോഡാണ്. കുടശനാട് റൂട്ടിലാണ് ഈ ബാബാജിയുടെ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് കയറി ഏകദേശം വീണ്ടും ഒരു 500 മീറ്റർ റൈഡ് ചെയ്ത് വേണം ഈ അമ്പലത്തിലേക്ക് എത്തിച്ചേരുവാൻ. കായംകുളം ടൗണിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ ഉണ്ട് ബാബാജിയുടെ അമ്പലത്തിലേക്ക്. അപ്പോൾ ഇവിടെ വളരെ മനോഹരമായ ഒരു എൻട്രൻസ് ആണ്. ബാബാജിയുടെ വലിയൊരു പിക്ചറൊക്കെ നമുക്ക് കാണാം. അതുപോലെ ശ്രീ എമ്മിൻ്റെ ഒരു പിക്ചറും അവിടെയുണ്ട്. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ഏകദേശം 2 ഏക്കറോളം ചുറ്റളവിൽ ഉള്ള ഒരു പ്രദേശത്താണ് ഈ അമ്പലം പ്രാണപ്രതിഷ്ഠ, ബാബാജിയുടെ പ്രാണപ്രതിഷ്ഠ ശ്രീ എം നടത്തിയിരിക്കുന്നത്. മഹേശ്വരനാഥ് ബാബാജിയുടെ പ്രഥമ ശിഷ്യനാണ് ശ്രീ ഗുരു ബാബാജി. ശ്രീ ഗുരു ബാബാജിയുടെ ശിഷ്യനാണ് ശ്രീ എം. ശ്രീ എമ്മിൻ്റെ ശരിയായ പേര് മധുകർ നാഥ് എന്നാണ്. അദ്ദേഹം വളരെ പഴയ ഒരു മുസ്ലിം ഫാമിലിയിൽ മുംതാസ് അലി ഖാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര്. ശ്രീ എമ്മിൻ്റെ കുട്ടിക്കാലത്ത് ശ്രീ ഗുരു ബാബാജി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തെ ഹിമാലയത്തിലേക്ക് ക്ഷണിക്കുകയും ഉണ്ടായി. അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹം പഠനമൊക്കെ പകുതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് ശ്രീ ബാബാജിയെ തിരക്കി പോവുകയാണ് ഉണ്ടായത് ഹിമാലയത്തിലേക്ക്. ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളിയിലാണ് ശ്രീ എമ്മിൻ്റെ ഇപ്പോഴത്തെ ശരിയായ യോഗ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭാരത യോഗ വിദ്യാകേന്ദ്രം കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അദ്ദേഹം സ്ഥാപിച്ചു. മെഡിറ്റേഷന് പറ്റിയ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. താങ്ക് യു, എല്ലാവർക്കും നന്ദി. താങ്ക് യു.